ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഡ്രീം കളക്ഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 10 ദിവസം കഴിഞ്ഞു, ഇന്നിപ്പോൾ 11ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്താ പറയുക, നന്നായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചാനൽ പതുക്കെ ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായി. കാരണം നിങ്ങളുടെ ഇതിൽ നിന്നുള്ള ഒരു ഫോട്ടോസ് എടുത്ത് ഓരോന്ന് ചോദിക്കുമ്പോഴും പറയുമ്പോഴൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു, ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒട്ടും സമയമില്ലാത്തൊരു ദിവസമാണ്. അപ്പോൾ ഞാൻ സാധാരണ തലേ ദിവസം എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കാറുണ്ട്, പക്ഷേ ഇന്ന് എനിക്കതിന് പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും എന്താ പറയുക, കുറവ് പ്ലേറ്റ് ചെയ്തത് കയ്യിലുള്ള സാധനം എടുത്തിട്ട് വേഗം ഒരു വീഡിയോ ആക്കി ഇടാമെന്ന് വിചാരിച്ചു. കാരണം സമയമില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഹെവി നെക്ലസ് പ്ലേറ്റ് ചെയ്തത് മാത്രം കാണിക്കാം നിങ്ങളെ. അപ്പോൾ അത് നിങ്ങൾ ഓർഡർ തന്നാൽ പെട്ടെന്ന് എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാനും പറ്റുമല്ലോ. അല്ലാത്തത് കാണിച്ചിട്ട് പിന്നെ അതിൻ്റെ ഒരു ബാക്കിയുള്ള പ്രോസസ്സും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ഈ ആഴ്ചയിൽ 2-3 ദിവസമുള്ളൂ. അതല്ലാത്ത ദിവസമൊക്കെ അവധി ദിവസങ്ങളുമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം പ്ലേറ്റ് ചെയ്ത ഐറ്റംസ് ഉണ്ട് കാണിക്കണം. പിന്നെ ഇവിടെ ഞങ്ങളുടെ ഈസ്റ്റർ കഴിഞ്ഞ നൊയമ്പ് വീടി കല്യാണങ്ങളുടെ സമയമായി തുടങ്ങി. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അടുത്ത് തന്നെ ഞാൻ പറ്റിയെങ്കിൽ അടുത്തൊരു സെറ്റ് പ്ലേറ്റ് ചെയ്ത് വരുമ്പോൾ ഞാൻ കാണിക്കാം. ഇപ്പോൾ ഇത് നിങ്ങൾ കാണുക. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ വിശദമായിട്ട്, ഞാൻ സാധാരണ പറഞ്ഞില്ലേ ഇത് കഴിഞ്ഞിട്ട് കാണിക്കാമെന്ന്, അതുപോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫോട്ടോസ് എടുക്കുമ്പോൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് വീഡിയോസ് കാണുക. അപ്പോൾ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ ഒരു പാറ്റേണാണ് ഇഷ്ടമായി എന്ന് പറഞ്ഞതിൽ സന്തോഷം. അപ്പോൾ ഞാൻ ഇന്നലെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്ത് തരം വീഡിയോസ് വേണ്ടതെന്ന് വെച്ചാൽ പറയാനായിട്ട്. ഇനി വീഡിയോ കാണും കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ മാല കസവ് മാല ഇങ്ങനെയാണെന്ന് വെച്ചാൽ 2-3 പാറ്റേണിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് ആദ്യത്തെ ഒരു പാറ്റേൺ ഉണ്ടോ, ഇതിങ്ങനെ ഇത്തിരി കട്ടി കൂടുതലുള്ള പാറ്റേണാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ അഡ്ജസ്റ്റബിളാണ്, എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ബാക്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഉർവശിയുടെ ചെയിനിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. അപ്പോൾ ഇതാണ് കസവ് മാലയുടെ ഒന്നാമത്തെ ഒരു വേർഷൻ കേട്ടോ. ഇത് ശരിക്ക് 3ാമത്തെ ഒരു പാറ്റേൺ കസവ് മാലയാണ് കേട്ടോ. രണ്ടാമത്തത് ഭയങ്കര ഫ്ലെക്സിബിൾ ടൈപ്പാണ്. എൻ്റെ കയ്യിൽ പ്ലേറ്റ് ചെയ്തതില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മെറ്റീരിയൽ ഇതിൻ്റെ ലാസ്റ്റ് ഫോട്ടോ ഇടാം കേട്ടോ. ലാസ്റ്റോ ഫസ്റ്റോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനതിടാം. ഫോട്ടോസിൻ്റെ കൂട്ടത്തിൽ ഞാനതിടാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പ്ലേറ്റ് ചെയ്ത ഐറ്റംസ് മാത്രമാണ് കാണിക്കുന്നത്. അല്ലാത്തത് ഇഷ്ടം പോലെയുണ്ട്. അതിൻ്റെയൊക്കെ ഞാൻ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ഇടാം. ഞാൻ ഇന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ പെട്ടെന്നൊരു തിരക്കിലെടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇത് ഫുൾ ഇങ്ങനെ കണ്ടോ, നമ്മുടെ മന്ത്രകോടികൾക്കൊക്കെ ഇടില്ലേ, മറ്റേ നല്ല പട്ട് സാരികൾക്കൊക്കെ നമ്മൾ നെക്ലസ് ഇടില്ലേ, ആ ഒരൊറ്റ മാലയാണ്. ഈ ഒരെണ്ണം മതി കേട്ടോ. കേട്ടോ, നല്ല ഭംഗിയുള്ള മാലയാണ് ഇത്. ഈ പറഞ്ഞ പോലെ മാങ്ങ മാലയാണ് കണ്ടോ, നല്ല വലിയ മാങ്ങയാണ്. ഇതങ്ങനെ വരും, വലിയ മാങ്ങമാല കേട്ടോ. നല്ല ഭംഗിയുള്ള ഡിസൈനാണ്. ഇങ്ങനെയാണ് അതിൻ്റെ അത് വരുന്നത് കേട്ടോ. ഇതും ഈ പറഞ്ഞ പോലെ മന്ത്രകോടിയുടെ കൂടെ പട്ടുസാരിയുടെ കൂടെ, പട്ടുസാരിയുടെ ഒക്കെ കൂടെയാണ് കേട്ടോ കൂടുതൽ നല്ലത്. മറ്റേ എന്താ പറയുക, ഡിസൈനർ സാരിക്കൊന്നും ഇതത്ര ഭംഗി ഉണ്ടാവില്ല. ഇങ്ങനെയാണ് വരിക. അതുപോലെ സെറ്റ് മുണ്ടിൻ്റെ കൂടെ ഒക്കെ ഇടാം. ഇവിടെ നിങ്ങൾ ഒരെണ്ണം മിസ്സിങ് കാണുന്നുണ്ടാവും, അതൊക്കെ നമ്മൾ ഓക്കെ ആക്കിയിട്ടാണ് തരിക കേട്ടോ. ഇതിപ്പോൾ ഗോൾഡ് പോലെ തന്നെയാണ്, നമ്മളത് മറ്റേ വിളക്കി പ്ലേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തരിക. ഇത് അടുത്തൊരു നെക്ലസ് കണ്ടോ. ഇതും ഈ പറഞ്ഞ പോലെ നമ്മൾ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ കല്യാണ പെണ്ണ് ഇടണമെന്ന് നിർബന്ധമില്ല കേട്ടോ. കല്യാണത്തിന് നമുക്ക് ആർക്കായാലും ഇതുപോലെ ഉപയോഗിക്കാം. ചെറുപ്പം കുട്ടികൾക്ക് ഈ ഗോൾഡ് ഇട്ട് നടക്കണേക്കാളും നല്ലത് ഓരോ ഫംഗ്ഷനും ഓരോ ഐറ്റം ഇടാൻ. ഒരു സാരിയുടെ വില പോലും ഇതാവടില്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഓരോ ഫംഗ്ഷനും മാറി ഇടാവുന്നുള്ളൂ. ഭയങ്കര ഭംഗിയാട്ടോ. അത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവേണ്ടത് എനിക്കറിയില്ല കേട്ടോ. ഇങ്ങനെയാണ് വരിക. പിന്നെ റൂബി ആയതുകൊണ്ട് എല്ലാത്തിൻ്റെയും കൂടെ ചേർന്ന് പോകും. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ കല്ലും മുത്തോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങളെന്താ പറയുക, വിചാരിക്കണേക്കാൾ കുറേ വില കുറവാണ് കണ്ടോ. ഇത് വളരെ സിമ്പിളാണ്, എന്നാൽ കാണാൻ നല്ല ഭംഗി. സ്റ്റോൺസ് ഒന്നുമില്ല. അപ്പോൾ ഏത് കളർ സാരിയുടെ കൂടെ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം കണ്ടോ. സെറ്റ് മുണ്ടിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഉപയോഗിക്കാം. വളരെ സിമ്പിളായിട്ട്, തീരെ വെയിറ്റ് ഇല്ല കേട്ടോ. ഇത് തീരെ വെയിറ്റ് ഇല്ലാത്തൊരു മാലയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ സ്റ്റോൺസും കാര്യങ്ങളൊന്നുമില്ല. സ്റ്റോൺ വരുമ്പോഴാണ് മാലകൾക്ക് വില കൂടുക.
അപ്പോൾ അത് അങ്ങനെയൊന്നുമില്ലാത്ത ഒരു മാലയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒറ്റയ്ക്ക് എടുക്കണ കാരണം എനിക്കിത് ഇങ്ങനെ ഒന്ന് ബാലൻസ് ചെയ്ത് ഫോട്ടോസ് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഞാനത് എടുക്കുകയാണ്. ഇതാ നോക്കിയേ, റൂബി വൈറ്റ്, ഭയങ്കര ഭംഗിയാട്ടോ. കണ്ടു, ഇതുപോലെയാണ് അതിൻ്റെ സ്റ്റോൺസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഭയങ്കര ഭംഗിയാണ്, ഏത് പ്രായക്കാർക്കും ഇടാവുന്നതാണ് കേട്ടോ. ഇതങ്ങനെ കുറേ എന്താ പറയുക, ഭയങ്കര വലിപ്പത്തിലോ ഒന്നുമല്ല. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം, പെട്ടെന്ന് കാണുമ്പോൾ ഭയങ്കര സൈസാന്ന് തോന്നും. ഇല്ല, വളരെ എന്താ പറയുക, മീഡിയം സൈസാണ്, കുറേ വീതിയൊന്നുമില്ല കേട്ടോ. അത് ഞാൻ ഇങ്ങനെ വെച്ച് കാണിച്ചു തരാം. ഇതാ 1 ഇഞ്ച്, ഇതാ ഇത്രയ്ക്കേ ഉള്ളൂ സാധനം, ഇത്രയ്ക്കേ ഉള്ളൂ കേട്ടോ. പക്ഷെ കാഴ്ചയിൽ കാണുമ്പോൾ നമ്മൾ ഭയങ്കര വീതി ഉണ്ടെന്ന് തോന്നും, പക്ഷേ ഇല്ല, ഭയങ്കര ഭംഗിയുള്ള ഒരു പാറ്റേണാണ് അത് കേട്ടോ. ഇത് കണ്ടു, ഇതൊരു വെറൈറ്റിയാണ്. ഇത് നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ. നമ്മളുടെ ആനയാണ്. ആന ഇങ്ങനെ വളരെ അപൂർവമാണ് ഇങ്ങനെ വരാറ്, ട്രഡീഷണൽ ആയിട്ടാണ്. അപ്പോൾ ഭയങ്കര ഭംഗിയാണ്. ഇതെനിക്ക് തോന്നുന്നു നാട്ടിലുള്ളവരേക്കാൾ കൂടുതൽ വിദേശത്ത് താമസിക്കുന്നവർക്കായിരിക്കും കുറച്ചും കൂടി ഇത് നല്ലത്. അവിടങ്ങളിൽ കുറച്ചും കൂടി എന്താ പറയുക, ഒരു ശ്രദ്ധിക്കാനായിട്ട് ഈ ഒരു മാല മതിയാവും. നമ്മുടെ നാടിൻ്റെ ഒരു എന്താ പറയുക, ഒരു ആന ഒരു കാതിലും ഒന്ന് കഴുത്തിലും കണ്ടു. ഇതിൻ്റെ സ്റ്റോൺസിന് തന്നെ ഭയങ്കര പ്രത്യേകതയാണ് കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയുള്ള ഒരു മാലയും കമ്മലുമാണ്. ഇതും ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഹെവി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. ഈ മാലയുടെ അടിയിൽ ഇങ്ങനെ വിളംബരത്തിൻ്റെ ഒരു ഇതായിട്ട് നല്ല ഭംഗിയുള്ളൊരു മാലയാണ്.